نحمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا السلام عليكم ورحمة الله وبركاته അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദ ലാസ്റ്റ് ഡേ, അതായത് ആ ലാസ്റ്റ് ദിവസം, ആ ലാസ്റ്റ് അവർ വരുന്നുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നോക്കുന്നത്. പിന്നെ ആദ്യത്തെ ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റ്, അതായത് കാഹളം ഊതുന്ന ആ ഫസ്റ്റത്തെ കാഹളം ഊതൽ. ഓക്കെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ, മൂന്നാൾക്കാരാണ് ഗ്രേവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ളത്. അതിൽ 3 ആൾക്കാർ ആണ്. ആരായിരുന്നു? ഷഹീദ്, പിന്നെ വെള്ളിയാഴ്ച മരിച്ചവർ, പിന്നെ വയറിൻ്റെ സൂക്കേട് വന്ന് മരിച്ചവർ. ഓക്കെ, അപ്പം അതിൽ ഫെർദർ ഡിവിഷൻ ഉണ്ട്. അതായത് ഷഹീദായ ആൾക്കാർ ആരാണ്? ഷഹീദായ ആൾക്കാർ വെറും മറ്റേ യുദ്ധത്തിൽ ഇതാക്കിയിട്ടുള്ള ഷഹീദ് മാത്രമല്ല, അതിൽ 7 കാറ്റഗറി ഉണ്ട്. ഓക്കെ, ഇത് ജാബിർ ഇബിൻ ആത്തീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അതായത് 7 ഷഹീദായ ആൾക്കാരുണ്ട്. അതായത് അള്ളാഹിൻ്റെ വഴിക്ക് മരണപ്പെടുന്നതിലും, അതായത് ആ കൂട്ടത്തിൽ അല്ലാണ്ട്, അതായത് മറ്റേ യുദ്ധക്കളത്തിലും ഇരിക്കുന്നവർ, അവരെ അല്ലാണ്ട് വേറെ ഷഹീദായ 7 ആൾക്കാരുണ്ട്. അതിൽ പെട്ടതാണ് ഇത്. സഹീ ഹദീസാണ് ഇത്. ഇത് അൽബാനിയിലും സുനൻ അബി ദാവൂദിലും ഉണ്ട്. ഓക്കെ, ഈ ഹദീസ് ഇത് ഗ്രേഡഡ് സഹിയാണ്. ഇതിൽ ഒന്ന് ഫസ്റ്റ് എന്താണ്? മുങ്ങി മരിക്കുന്നവന്, ദ വൺ ഹൂ ഡ്രൗൺസ്, അതായത് മുങ്ങി മരിക്കുന്നവർ. ഓക്കെ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. പിന്നെ വയറിന് അസുഖങ്ങൾ വന്ന് മരിക്കുന്നത്, അതും ഷഹീദിൽ പെടും. ഓക്കെ, വയറിന് അസുഖം വന്ന് മരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും മേത്ത് വീണിട്ട് ക്രഷായിട്ട് മരിക്കുന്നവരുണ്ടാവുമല്ലോ, അതായത് എന്തെങ്കിലും മേത്ത് വലിയ ഹെവി ആയിട്ടുള്ള വീണിട്ട് അതിൻ്റെ അടിയിൽ പെട്ടിട്ട് മരിക്കുന്നവർ. പിന്നെ പ്ലേഗ് എന്തോളി മലയാളത്തിൽ എനിക്ക് മറന്നുപോയി, പ്ലേഗ് വന്ന് മരിക്കുന്നവർ. പിന്നെ പ്ലൂറിസി എന്ന് പറയും. ഈ പ്ലൂറിസി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഈ ലങ്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറൽ. ഓക്കെ, ലങ്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറൽ, ലങ്സിൻ്റെ ഉള്ളിൽ ഈ ന്യൂമോണിയയിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കഫം കെട്ടിയിട്ട്, അതായത് ശരിക്കൊരു ലിക്വിഡ് എന്തോ കയറുന്നതാണ്, അന്നേരം ഭയങ്കര ചെസ്റ്റ് പെയിനും ഇതെല്ലാം വരും. ഇതാണ് അത്. ഓക്കെ, ഒന്നത്. പിന്നെ അടുത്തത് ആരാണ്? തീ കത്തി മരിക്കുന്നത്. ഓക്കെ, അതിൽ തീയിൽ പെട്ടിട്ട് മരിക്കുന്നത് അവർ. പിന്നെ ലാസ്റ്റ് പ്രസവിച്ചിട്ട് മരിക്കുന്നവർ. ഓക്കെ, പ്രസവിച്ച് മരിക്കുന്നവർ, അവരും ഷഹീദായ കൂട്ടത്തിൽപ്പെടും. അപ്പോൾ ഇത് സഹിയായ ഹദീസാണ്. ഈ 7 കാറ്റഗറിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് തുടങ്ങാം. ഓക്കെ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഹദീസ്, ഇത് സഹി ബുഖാരിയിലാണ് ഇതുള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കും, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ചോദിക്കുന്നത്? മതാ സാ, അതായത് മതാ സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ആ ലാസ്റ്റ് ദിവസം വരാൻ, അതായത് ആ ഫൈനൽ അവർ, ഈ ഭൂമിയെല്ലാം തീരാൻ പോകുന്ന ആ ഒരു ദിവസം, ആ ഒരു നിമിഷം എപ്പോഴാണ് വരാനെന്ന് പറയും. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടേക്ക് ചോദിക്കും, അതായത് ഹാവ് യു പ്രിപ്പയർഡ് ഫോർ ഇറ്റ്, അതാണ് ചോദിക്കുന്നത്. അതായത് ഇത് നമ്മൾ ആലോചിക്കണം. ഈ ചോദ്യം ആണ് നമ്മളും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിച്ച പോലെ, ആ സഹാബിനോട് പറഞ്ഞതുപോലെ, അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത്. കാരണം നമ്മൾ മരിച്ച അന്ന് മുതൽ നമ്മളെ ഖിയാമ സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഈ ലാസ്റ്റ് അവറോ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോൾ മരിക്കുന്ന അല്ലാഹു ആലം. ഓക്കെ, അപ്പം നമ്മൾ ആകെ ചിന്തിക്കാനുള്ളത് എന്താണ്? ഹാവ് വി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? എന്താണ്, വാട്ട് ഹാവ് വി ഡൺ? നമ്മൾ അതിനെ പറ്റിയിട്ട് ഓർത്തിട്ടുണ്ടോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. വാട്ട് ഹാവ് യു ഡൺ? ഹാവ് യു പ്രിപ്പയർഡ് ഫോർ ഇറ്റ്? ഇതാണ് നമ്മൾക്ക് ഓർമ്മ വേണ്ടത്. ഓക്കെ, ഈ ലാസ്റ്റ് ഡേ, ശരിക്കും ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് ഈ ലാസ്റ്റ് ഡേ. ഓക്കെ, ശരിക്ക് എന്താ പറയാൻ,
ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാം നശിച്ച് തീരും. ഇറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ്. കുറേ കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ ഇത് ശരിക്കും ഖുറാനിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സീൻസ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എപ്പം എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് ഉള്ള ഒരു ഒത്തൻറ്റിക് ആയിട്ട് ഒന്നുമില്ല. അതായത് എപ്പോഴാണ് ഇത് സംഭവിക്കാൻ അതില്ല. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്ട്രക്ഷൻ അതായത് ഈ ഭൂമി ഫുൾ തീരും എന്നാണ് പറയുന്നത്. ഈ ഭൂമി ഫുൾ തീരും. ഫസ്റ്റ് കാഹള ഊതുന്നത് അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇത് തിർമിദിയിലാണുള്ളത്, അൽബാനിയിലുണ്ട്. ഓക്കെ, പല ഹദീസുകളിലും ഉണ്ട് ഇത്. ഓക്കെ, ഇതിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എങ്ങനെയാണ് എനിക്കൊരു സമാധാനം? എന്താണ് കാരണം? എങ്ങനെയാണ് എനിക്കൊരു സമാധാനം? ഈ കാഹളം ഊതുന്ന ആ ഒരു മലക്ക് അത് അതിൻ്റെ ചുണ്ടുകളിലാണ് അത് വെച്ചിട്ടുള്ളത്, ചുണ്ടിൻ്റെ അടുത്താണ് അത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കണ്ണ് ചിമ്മാണ്ട് അത് നോക്കി നിൽക്കുന്നതാണ്. ഒരു സൈന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നിന്നുള്ള ആ കമാൻഡിന്, അതായത് ചെവിയെല്ലാം സൂക്ഷിച്ചിട്ട് ഇതാക്കി നിൽക്കുന്നതാണ്. ഓക്കെ, ചെവി ഇങ്ങനെ ഇതാക്കി എന്താ പറയാന് നെറ്റി ചുരുട്ടി ഇങ്ങനെ എന്താ പറയാന് ശരിക്കും നമുക്കത് മനസ്സിൽ കാണുന്നില്ലേ? അതായത് ശരിക്ക് ആ മലക്ക് ഇത് കാത്തു നിൽക്കുന്നതാണ്. എപ്പോഴാണ് കമാൻഡ് വരാന് അത് ബ്ലോ ചെയ്യാൻ. അപ്പം അത് ചുണ്ടിൻ്റെ അടുത്താണ് ഉള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെയാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവാൻ ഇത് കണ്ടിട്ട്. ഓക്കെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്? അതായത് ഇതുള്ളത് സൂറത്തുൽ ഹാക്കയിലാണുള്ളത്. ഓക്കെ, സൂറത്തുൽ ഹാക്കയിൽ ആയ നമ്പർ 13 ആയത്തിലാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തും വാഹിദ. അതായത് ആദ്യമായിട്ട് ഈ ഒരു കാഹളം ഊതപ്പെടുന്ന ആ ഒരു നിമിഷം, വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കത ദക്കതം വാഹിദ. അതായത് അന്നത്തെ ദിവസം ഈ ഭൂമിയും ഈ മൗണ്ടൻസും, അതായത് ഈ നമ്മൾ കാണുന്ന ഈ വലിയ ഹ്യൂജ് മൗണ്ടൻ ഉണ്ടല്ലോ, ഇതെല്ലാം ഇറ്റ് വിൽ ബി ദക്കത്തൻ ഫദുക്കത ദക്കതം വാഹിദ. അതിങ്ങനെ ക്രഷ് ചെയ്യുന്നു, അതായത് ഇങ്ങനെ അടിച്ച് പരത്തിയിടുന്ന ഇതിന. ഓക്കെ, അടിച്ച് പരത്തിയിടുന്നതിന്, അതായത് ഈ ഭൂമിയും ഇതുമെല്ലാം. ഓക്കെ, എന്നിട്ട് എന്താണ് പറയുന്നത്? ഫയൗമ ഇതിൻ വഖഅത്തിൽ വാഖിയ. അന്നത്തെ ദിവസമാണ് അതൊരു സംഭവം സംഭവിക്കാൻ പോകുന്നത്. എന്തെന്നാണ്? ഖിയാമ വരാൻ പോകുന്ന കാര്യമായി പറയുന്നത്. ഓക്കെ, വൻ ഷഖത്തി സമാഉ ഫഹിയ യൗമ ഇതിൻ വാഹിയ. എന്താണ് പറയുന്നത്? അതായത് ഈ ആകാശം അതിങ്ങനെ പൊട്ടിപ്പിളരും, എല്ലാം ഇതാവും അന്നത്തെ ദിവസം. അതായത് എല്ലാം ഒരു വീക്കാവും, എല്ലാത്തിനും ഒരു ഇതുണ്ടാവില്ല എന്ന്. ഇതാണ് പറയുന്നത്. പല സ്ഥലത്തും ഉണ്ട് കേട്ടാ. പിന്നെ പറയുന്നത് എന്താണ്? സൂറ സുമറിൽ. ഓക്കെ, സൂറ സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്. ഇത് സൂറ സുമറിൽ ആയ 68 എന്താണ് പറയുന്നത്? അതായത് ആ ട്രംപറ്റ് ഈ കാഹളം ഊതുന്ന സമയത്ത് ഊതിക്കഴിഞ്ഞാൽ എല്ലാം, അതായത് ഈ ആകാശവും ഭൂമിയിലുള്ള എല്ലാവരും അങ്ങനെ അങ്ങ് കുഴഞ്ഞു വീണു പോകുന്നു. ഓക്കെ, എക്സെപ്റ്റ്, അതായത് പക്ഷെ അള്ളാഹ് വിചാരിച്ച കുറച്ച് ആൾക്കാർ. ഇവരാരെല്ലാന്ന് സ്കോളേഴ്സിന് പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്നും നമ്മളിപ്പോൾ പോകേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് നമ്മളെ കാര്യമില്ലേ നോക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവരും ഈ കാഹളം ഊതുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഓക്കെ, അന്നേരം എല്ലാം എന്താ പറയാൻ, എല്ലാം അങ്ങനെ അങ്ങ് കുഴഞ്ഞു വീഴും. ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇത് സഹി മുസ്ലിമിലാണുള്ളത്. സഹി മുസ്ലിമിലും സഹി ബുഖാരിയിലും എല്ലാം ഉണ്ട്. അതായത് ഈ ഹദീസിൽ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഈ കാഹളം ഊതുമ്പം ആ കേൾക്കുന്ന എല്ലാവരും ആ ഒരു സൗണ്ടിലേക്കാണ് പോലും മുഖം തിരിച്ചിട്ട്, അതായത് തല തിരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ, ആ ഒരു സൗണ്ടിലേക്ക് ഫസ്റ്റ് കേൾക്കുന്നവന് ഈ ഫസ്റ്റ് കേൾക്കുന്ന ആരാണ് പോലോ, അതായത് അയാളെ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്.
ഓക്കെ, അയാൾ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്. അന്നേരമാണ് അയാൾ ഇത് കേട്ട ഉടനെ തന്നെ അയാൾ കൊയഞ്ഞിട്ട് അങ്ങ് പോവും. മറ്റുള്ളവരും അതേപോലെ തന്നെ, അതായത് അവരും അങ്ങനെ അങ്ങ് പോവും. അപ്പം എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാം, അതായത് എല്ലാം അങ്ങനെ അങ്ങ് ഇതാവും. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്, ഈ ഒരു ഇത് വരാന് പെട്ടെന്നാണ്, ഈ ലാസ്റ്റ് ഈ കാര്യം വരുന്നത് പെട്ടെന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹി ബുഖാരിയിൽ പറയുന്നുണ്ട്, അതായത് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം വരും. ഈ സാ എന്ന് പറയുന്നത് ഈ അവറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ആ സമയത്ത് എന്താണ്, രണ്ടാൾക്കാർ അവര് തുണികളെല്ലാം ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് എന്ന്. ഓക്കെ, പിന്നെ എന്തെന്നാണ്, വേറൊരാള് അയാൾ ഒട്ടകത്തിനെ മിൽക്ക് ചെയ്യുന്നതാണ്, ആ പാൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ അയാൾക്ക് അത് കുടിക്കുന്നതിൻ്റെ മുമ്പേ ആണ് പോലും അയാൾ കൊയഞ്ഞു വീണ് മരിക്കാൻ ഈ കാഹളം ഊതിയിട്ട് ആ സമയത്ത്. പിന്നെന്തെന്നാണ് ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരാൾ ഭക്ഷണം ഇങ്ങനെ വായിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുന്നേ ഉള്ളൂ, അപ്പോഴാണ്, അതായത് അയാൾക്കത് തിന്നാൻ പറ്റൂല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് പെട്ടെന്നാണ് വരാൻ. ആരും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് കംസ് സഡൻലി. ആരും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇതെങ്ങനെയാണ് വരുന്നത് എന്ന്. ഓക്കെ, അതാണ് പറയുന്നത്, ആർക്കും അറിയില്ല ഇതെപ്പാന്ന്. അല്ലാഹു സുബ്ഹാനഹു തആലക്കല്ലാതെ ആർക്കും ഇതെപ്പം എന്താ വരുന്നതെന്ന് അറിയില്ല. പക്ഷെ ഒരു ഹദീസിലുണ്ട്, അതായത് ഏതാണ് ദിവസം ഇത് വരുന്നത്, ആ ദിവസം ഇത് സഹി മുസ്ലിമിലാണുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതാണിത്. ഓക്കെ, ഈ ഹദീസ്, അതായത് ഏറ്റവും നല്ല ദിവസം, അതായത് സൂര്യൻ ഉദിച്ച ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. എന്നിട്ട് അവിടുന്നാണ് ആദം അലൈഹിസ്സലാം പാരഡൈസിൽ കയറിയത്, ജന്നത്തിൽ കയറി, അവിടുന്ന് പുറത്തുവാക്കി പാരഡൈസിൽ നിന്ന്. എന്നിട്ട് പറയുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ലാസ്റ്റ് അവർ അത് ഇസ്റ്റാബ്ലിഷ് ആവാൻ ഒരു വെള്ളിയാഴ്ചയാണെന്ന്. ഓക്കെ, ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ചക്ക് ആ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മളെ ദീനിൽ. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഹദീസ് ഇല്ലുണ്ട്. ഈ ഹദീസ് മാത്രമല്ല, വേറൊരു ഹദീസിലും ഇതേപോലെ തന്നെ കുറച്ച് നെറേഷൻ വ്യത്യാസമുണ്ട്, വേറെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ലോകം, നമ്മളിങ്ങനെ ഈ ലോകം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇതിൽ തന്നെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഈ ലോകം, ഈ ഭൂമി, ഇത് ഇല്ലാണ്ടാവും. ടോട്ടൽ ഡിസ്ട്രക്ഷൻ, കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, കുറേ ആയത്തുകളുണ്ട് ഖുർആനിൽ ഇതിനെ പറ്റിയിട്ട്. നമുക്ക് കുറച്ച് ആയത്തുകളൊന്ന് നോക്കാം. ഓക്കെ, സൂറ തക്വീറിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ ശംസു കുവ്വിറത്ത്, അതായത് ഈ സൂര്യൻ അതിനെ ഇങ്ങനെ മറ്റേ പേപ്പർ ചുരുട്ടുന്ന സമയത്ത്. ഇദൻ നുജൂമുൻ ഖദറത്ത്, അതായത് ഈ ഇതുണ്ടല്ലോ, അതായത് നമ്മൾ കാണുന്ന ഈ നക്ഷത്രമല്ലോ, അതിങ്ങനെ അതിൻ്റെ ലൈറ്റെല്ലാം പോയിട്ട് അതിങ്ങനെ അങ്ങ് വീഴും. ഓക്കെ, അതങ്ങ് വീഴും, ക്രാഷ് ആവും. ഓക്കെ, ഇദൽ ജിബാലു സുയ്യിറത്ത്, നമ്മൾ ഈ കാണുന്ന ഈ മലകളെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള മല, നമ്മളെ മലനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിനെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമോയെന്ന്. അതിങ്ങനെ എങ്ങനെയാ പോലെ ഉണ്ടാവാൻ, അതിങ്ങനെ എന്താ പറയാൻ, അതിങ്ങനെ ഈ ഭൂമിൻ്റെ മേലെ നിന്ന് അങ്ങ് ഡിറ്റാച്ച് ആവും. എന്നിട്ട് അതിങ്ങനെ നമ്മളെ കണ്ണിൻ്റെ മുമ്പിലാണ് അത് ഫ്ലോട്ട് ചെയ്യാൻ. കേട്ടോ, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നു. ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഫ്ലോട്ട് ചെയ്യുന്ന നമുക്ക് ഇമാജിൻ തന്നെ ചെയ്യാൻ പറ്റൂല. എന്നിട്ട് എന്താണ് പറയുന്നത്, ഇതൽ ഐഷാറു ഉത്തിലത്ത്. ഓക്കെ, അതായത് ഈ ഷീ ക്യാമൽ ഉണ്ടല്ലോ, അതായത് പ്രഗ്നൻ്റ് ആയ ഷീ ക്യാമൽ, അതിനൊന്നും ആരും തിരിഞ്ഞു നോക്കൂലാന്ന്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്, കാരണം അറേബ്യയിൽ ആ സമയത്ത് അവർക്ക് ഏറ്റവും വാല്യൂ ഉള്ള ഒരു കാര്യമായിരുന്നു ഈ പ്രഗ്നൻ്റ് ഷീ ക്യാമൽ. ഓക്കെ, അത് കാരണം ഒട്ടകങ്ങൾ അവർക്ക് ഭയങ്കര ഇതാണല്ലോ, ഒട്ടകങ്ങൾ അവർക്ക് ഭയങ്കര ഒരു വെൽത്തും വാല്യൂ. അപ്പം നമ്മളെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഈ പൈസയും സ്വത്തും എന്താണ് നമ്മളുടെ അടുത്തുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കൂല. ഇതൊന്നും, ഈ വെൽത്തൊന്നും ആർക്കും വേണ്ട. ഓക്കെ, ഇദൽ വുഹൂഷു ഹുഷിറത്ത്, എന്നിട്ടെന്താണ്, അതായത് ഇദൽ
വുഹൂഷു ഹുഷിറത്ത്, എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാ വൈൽഡ് ബീസ്റ്റും എല്ലാത്തിനെയും കൂട്ടം കൂട്ടി ഇട്ടിട്ടുണ്ടാവുന്നു. ഓക്കെ, അതായത് എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാം നട്ടോട്ട് ഓടുന്നു, അതന്നെയാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവരും പാനിക്കായിട്ട് ഒന്നും തിരിയുന്നില്ല, അവർ നട്ടോട്ട് ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇത് നുഫൂസു സുവിജത്ത്, എന്താണ്? ബോഡി ആൻഡ് സോൾ അത് റീയൂണൈറ്റ് ചെയ്യും. ഓക്കെ, അതായത് ബോഡി ആൻഡ് സോൾ റീയൂണൈറ്റ് ചെയ്യും, അതാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ നല്ലവരെല്ലാം ഒറ്റക്കെട്ടായിട്ട്, വടക്ക് ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പം ഇതാണ്, അതായത് ഇതാണ് ഓരോ നമ്മൾ ആ സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എന്തെന്നാണ് സൂറ ഇൻഫിത്താറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ്? വഇദ സമാഉൻ ഫതറത്ത്, എന്താണ്? അതായത് ഈ ആകാശങ്ങളെല്ലാം പൊട്ടിപ്പിളരുന്ന സമയം. നമ്മൾക്കിപ്പോൾ ആകാശമെല്ലാം കാണുമ്പോൾ ഭയങ്കര രസത്തിലല്ലേ കാണുന്നത്? അതിങ്ങനെ പൊട്ടിപ്പിളർന്ന് എന്തോ ഒരു ഇതായിട്ടാണുള്ളത്. വഇദൽ കവാകിബുൻ തസറത്ത്, അന്നത്തെ ദിവസം ഈ വലിയ വലിയ പ്ലാനറ്റ് എല്ലാം ഉണ്ടല്ലോ, അതിലിങ്ങനെ ഇതായിട്ട് പോകും, അലിഞ്ഞു പോകും. ഓക്കെ, എല്ലാം ഇങ്ങനെ. വഇദൽ ബിഹാർ ഫുജ്ജിറത്ത്, അതായത് ഈ ബിഹാർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കാണുന്ന കടലും ഇതെല്ലാം ഉണ്ടല്ലോ, കടലിലിങ്ങനെ എന്താ പറയുക, പൊട്ടിപ്പിളരുന്ന്. അതായത് ഫുൾ ടോട്ടൽ നമ്മളിപ്പോൾ കാണുന്നില്ല, സുനാമി എല്ലാം സംഭവിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ആ സുനാമിൻ്റെ സമയത്തിൽ ശരിക്കും ഭയങ്കര കടൽക്ഷോഭം എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ പൊട്ടിയതായിട്ടാണല്ലോ കാണുന്നത്. അപ്പം അതിൻ്റെ ഇതാണ്. ഓക്കെ, വഇദൽ ഖുബൂറു ബുഅസിറത്ത്, എന്താണ്? വഇദൽ ഖുബൂറു ബുഅസിറത്ത്, അതായത് ഈ ഇതുണ്ടല്ലോ, അതായത് ഖബറിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം എല്ലാത്തിനെയും എടുത്തിട്ട് അങ്ങ് പുറത്തിടും. ഈ ഭൂമി ഈ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാത്തിനെയും എടുത്തിട്ട് അങ്ങ് പുറത്തിടും. ഓക്കെ, എന്നിട്ട് എന്താണ് പറയുന്നത്? അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, എല്ലാവരും അവർ എന്താണ് ചെയ്ത് കൂട്ടിയത്. ഓക്കെ, അവരെന്താണ് ചെയ്ത് കൂട്ടിയത് അവർക്കെല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന്. ഓക്കെ, അവർ ആ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുമെന്ന്. അതേപോലെ തന്നെ സൂറ സൽസലയിൽ ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. എന്താണ് സൂറ സൽസലയിൽ പറയുന്നത്? ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, അതായത് ഈ ഭൂമി അതിങ്ങനെ കുലുങ്ങും. അതായത് ഈ ഭൂമി കുലുക്കം പോലെ അതിങ്ങനെ ഭയങ്കരമായ ഒരു ക്വയ്ക്കാണ് ഉണ്ടാകുന്നത്, എർത്ത് ക്വയ്ക്ക്. വ അഖ്റജത്തിൽ അർദു അസ്കാലഹ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുത്തിട്ട് അതങ്ങ് പുറത്തിടും. ഇതന്നെ ഇപ്പം നേരത്തെ നമ്മൾ കണ്ടതുപോലെ. ഓക്കെ, വഖാലൽ ഇൻസാനു മാലഹ, ഇതെല്ലാം കണ്ടിട്ട് മനുഷ്യർ ചോദിക്കും ഇതെന്താണ് സംഭവം, അതായത് എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന്. അതാണ് ആൾക്കാർ പറയാൻ. മനസ്സിലായ? ശരിക്ക് ഹജ്ജിൽ ഇതിൻ്റെ ഒരു സീനുണ്ട്. സൂറ ഹജ്ജിൽ ഫസ്റ്റ് 2 ആയത്ത് ഈ ലാസ്റ്റ് ദിവസത്തിൻ്റെ സീനാണ്. ഇതെന്തെന്നാണ് നോക്കാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, ഹേ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ പേടിക്കുക, നിങ്ങളെ റബ്ബിനെ ഭയപ്പെടുക, തഖ്വ കാട്ടുക, സൂക്ഷിക്കുക. ഇന്ന സൽസലത സഅതി ശൈഉൻ അദീം, തീർച്ചയായിട്ടും ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഈ ലാസ്റ്റ് അവറിൻ്റെ ആ ഒരു ഷെയ്ക്കിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണെന്ന്. ഷെയ്ഉൻ അദീം, അള്ളാഹു തന്നെ പറയുന്നത് അതൊരു വല്ലാത്ത ഒരു കാര്യമാണെന്ന്. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്ത്, എന്താണ് പറയുന്നത്? അന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും കാണും. ഓക്കെ, അതായത് എല്ലാ പെണ്ണുങ്ങളും അവര് അതായത് എല്ലാ പെണ്ണുങ്ങളും ആരാണ്? ഇവര് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന പെണ്ണുങ്ങൾ. അവരെ കുട്ടികൾ അങ്ങ് അവർക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, ഈ പേടിയില്ല, ഹൊററിൽ അവരങ്ങ് വലിച്ചങ്ങെറിയുംന്ന്. ഓക്കെ, വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, എന്താണ് പറയുന്നത്? എന്നിട്ട് പ്രഗ്നൻ്റ് ആയ ഏത് പെണ്ണുങ്ങന്മാർ, അതായത് അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവർ ഇതിൻ്റെ ആ ഷോക്ക് കൊണ്ട് അപ്പം തന്നെ അങ്ങ് പ്രസവിച്ചു പോകുമെന്ന്. ഓക്കെ, അതായത് അപ്പം തന്നെ അവരതങ്ങ് പോയിപ്പോവും, ഏത് പ്രഗ്നൻ്റ് ഫീമെയിലും ഈ ഒരു ഷോക്കിൽ. സുബ്ഹാനല്ലാഹ്. വതറ നാസ സുക്കാറ വമാഹും ബി സുക്കാറ, അന്നത്തെ ദിവസം കാണാം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, അതായത് കള്ള് കുടിച്ചതുപോലെയാണ് അവർ ഓടുന്നത്. വമാഹും ബി സുക്കാറ, പക്ഷെ അവർ ഇൻടോക്സിക്കേറ്റഡ് അല്ല എന്ന്. വലകിന്ന അദാബല്ലാഹി ശദീദ്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു പണിഷ്മെന്റ് അത് ഭയങ്കര സിവിയർ ആണെന്ന്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാണ് ശരിക്കും ഖുർആനിൽ, ഇതെല്ലാണ് സീൻസ്. ഓക്കെ, ഇതെല്ലാണ് സീൻസ് ഖുർആനിൽ.
ഓക്കെ. സുബ്ഹാനല്ലാ. ജുസ് 30 ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ജുസ് 30ന്റെ കുറേ സൂറത്തുകളും ഇതെല്ലാം ഈ ലാസ്റ്റ് അവറിന്റെ കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഖുർആനിൽ തന്നെ. ഓക്കെ. എന്നിട്ട് എന്താണ് സംഭവിക്കാൻ, അതായത് ഇത് ഫുൾ, ഈ ഭൂമി ഫുൾ അങ്ങ് എന്താ പറയാൻ, ഈ ഭൂമി ഫുൾ അങ്ങ് നശിക്കും. ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ്. എല്ലാം പോയി, ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല ഈ ഭൂമി. എന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പുതിയ ഭൂമി ഉണ്ടാക്കും. കാരണം നമ്മൾ ഈ കാണുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ചുരുട്ടിക്കൂട്ടി, അങ്ങനെയാ പറയുന്നത് പലയിടത്തും, അതായത് ചുരുട്ടിക്കൂട്ടി അതിനെ അങ്ങ് ക്രഷ് ചെയ്ത് വലിച്ചങ്ങ് എറിയും, ഇല്ലാണ്ടാവും ഈ ഭൂമി മൊത്തം. ഓക്കെ. എന്നിട്ട് പിന്നെ എന്താണ്, അതായത് ഇത് സൂറ ഇബ്രാഹിമിലാണുള്ളത്, ആയ നമ്പർ 14. ഓക്കെ, ആയ നമ്പർ 14 അല്ല, സോറി, 48. ഓക്കെ, സൂറ ഇബ്രാഹിമിൽ പറയുന്നത് യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്. അതായത് അന്നത്തെ ദിവസം ഈ ഒരു ഭൂമി അത് വേറൊരു ഭൂമിയായി മാറും. ഓക്കെ, വേറൊരു ഭൂമി. വസ്സമാവാത്ത്, അതായത് ആകാശവും. അപ്പൊ ആകാശവും ഭൂമിയെല്ലാം പുതിയതായി മാറും. വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലാണ് എല്ലാവരും ഉണ്ടാവാൻ മുമ്പിൽ. ഓക്കെ. അതേപോലെ തന്നെ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് ഉണ്ട്. ഓക്കെ. അതായത് മറ്റേ ആൾക്കാരെ ഉയർത്തി എണീപ്പിക്കൂലേ, അന്നത്തെ ദിവസം ആൾക്കാരെല്ലാം ഒരു തരം ഒരു വൈറ്റ്, എന്താ പറയുക, ഒരു മഞ്ഞ കളർ വൈറ്റ്, ഒരു ലൈറ്റ് ക്രീമിഷ് കളറായിട്ടുള്ള, അതായത് മാവ് കുഴച്ചിട്ട പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. ഓക്കെ, മാവ് കുഴച്ചിട്ട പോലെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്, ലൈക്ക് വീറ്റ് ഫ്ലവർ ഡോന്ന്, അതായത് മാവ് കുഴച്ചിട്ട പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് എല്ലാവരെയും കൂട്ടിയിടാൻ. ഓക്കെ, ഹഷർ, അവിടെയാണ് എല്ലാവരെയും ഗ്യാദർ ചെയ്യാൻ. അവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് ഉണ്ടാക്കിയത് എന്തിനാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു പുതിയ ഭൂമി എന്തിനാണ്, ജഡ്ജ്മെന്റ് ഡേ ആണിത്. ഓക്കെ, ജഡ്ജ്മെന്റ് ഡേ, അതാണിത്. പിന്നെ പറയുന്നത് എന്താണ്, അതായത് പിന്നെ പറയുന്നത് 40, അതായത് ഇത് ഫുൾ നശിച്ചു കഴിയുമല്ലോ, അതായത് ഈ ഭൂമി എല്ലാം നശിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം 40 കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത എന്താ പറയാന്, അടുത്ത കാഹള ഊതുന്നതിൻ്റെ അടുത്ത കാഹള ഊതലിലാണ് എല്ലാവരും എന്താ പറയാന്, റിസറക്റ്റ് ചെയ്യാൻ. അതാണ് ശരിക്ക് ഡേ ഓഫ് റെസറക്ഷൻ, അൽ ബാസ് എന്ന് പറയുന്നത്, അടുത്ത കാഹളത്തിൻ്റെ ആ സമയം. ഓക്കെ, സെക്കൻഡ് ബ്ലോ ഓഫ് ട്രംപറ്റ്. ഇതിപ്പോൾ ഫസ്റ്റ് ബ്ലോ ഓഫ് ട്രംപറ്റ് കഴിഞ്ഞ് എല്ലാം നശിച്ച്, അതായത് എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യവും നശിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ 40 എന്നാണ് പറയുന്നത്. ആ 40 എന്താണ്, 40 മണിക്കൂറാണോ, 40 കൊല്ലമാണോ, 40 ദിവസമാണോ, എന്താ, ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടില്ല. ഓക്കെ, 40 എന്ന് മാത്രം പറയുന്നത്. പക്ഷേ കുറച്ച് ഇതിലുണ്ട്, അതായത് കുറച്ച് ഹദീസുകളിൽ ഉള്ളത് എന്താണ്, അതന്നെ, അതായത് ഈ രണ്ട് ഇതുണ്ടല്ലോ, ഈ രണ്ട് ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റിൻ്റെ ഇടയിൽ 40, അതന്നെ 40 എന്താന്ന് പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മഴ അയക്കും, അതായത് ആകാശങ്ങളിൽ നിന്ന് ഒരു മഴ വരും, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മഴ. എന്നിട്ട് ആ മഴ കിട്ടിയിട്ടാണ് ഈ ഭൂമിൻ്റെ അടിയിൽ നിന്ന് എല്ലാവരും, മനുഷ്യരെല്ലാം ഇങ്ങനെ ചെടി വളരുന്ന പോലെ വളരാൻ. ഓക്കെ, ചെടി വളരുന്ന പോലെ വളരാൻ, ഇതാണ് പറയുന്നത്. ഇത് പല ഹദീസുകളിലും ഇതായിട്ട്, അതായത് പല ഇതിലും ഉണ്ട്. പിന്നെന്താ പറയുന്നത്, പിന്നെ വേറൊരു ഹദീസിൽ പറയുന്നത് ഈ ടെയിൽ ബോൺ ഉണ്ടല്ലോ, നമ്മളെ ടെയിൽ ബോണിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു അറ്റമുണ്ട്. ആ അറ്റ പോലോ എങ്ങനെ ആയാലും ഈ അറ്റം ഇത് ദ്രവിച്ചു പോവില്ല ഭൂമിയിൽ. അപ്പം ഈ അറ്റം ഒരു സീഡ് പോലെയാണ്. ഈ സീഡിൽ നിന്നാണ് പോലോ നമ്മളെല്ലാം വളരാൻ. ഓക്കെ, എല്ലാവരും ഇതേപോലെ അങ്ങ് വളരും. കാരണം ഒരു ഹദീസ് പറയുന്നുണ്ട്, അതായത് ഈ ഭൂമി എല്ലാം അങ്ങ് മനുഷ്യൻ്റെ എല്ലാം അങ്ങ് തിന്ന് തീർക്കും, അതായത് പുഴുക്കളും ഇതും എല്ലാം വന്നിട്ട്, എക്സെപ്റ്റ് ഫോർ ദ ടെയിൽ ബോൺ. ഓക്കെ, ആ ടെയിൽ ബോൺ ആണ് ഈ ചെറിയ ടെയിൽ ബോണിൻ്റെ ലാസ്റ്റുള്ള ഒരു ചെറിയ പീസ്. എന്നിട്ട് പറയുന്നത് എന്താണ്, ഈ ബോണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഈ ബോണിൽ നിന്നാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്, അതിൽ തന്നെ പിന്നെയും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് പറയുന്നത് ഈ ഹദീസിൽ. ഇതും സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും പല ഹദീസുകളിലും ഇതുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ആ സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് എന്താ പറയുക, ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് ഇനി നെക്സ്റ്റ് ഓഡിയോയിൽ അടുത്ത ബ്ലോയിങ് ഓഫ് ദ ട്രംപറ്റ്,
റിസറക്ഷൻ, ഇനിയാണ് വിചാരണ തുടങ്ങാൻ. അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.